സുബ്ഹാനല്ലാഹ്, വലിയ ബറക്കത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ മഹാനവർകൾ നേർക്കുനേരെ കണ്ടത് മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടല്ലേ. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസല്ലേ. എത്ര തവണ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഹദീസ് വിവിധ വിഷയങ്ങൾ പറയാൻ. മദീന പള്ളിയിൽ ഒരു മഗ്രിബിന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പഠിതാക്കൾ അധികരിച്ചപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഗ്രിബ് നിസ്കാര ശേഷം തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, രണ്ടുപേരെ ഭക്ഷണത്തിന് കൊണ്ടുപോകുന്നവർ 4 പേരെ കൊണ്ടുപോകണം. രണ്ടാളെ ഭക്ഷണം 4 ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ. അവർ തൃപ്തിപ്പെടുകയാണെങ്കിൽ അതൊക്കെ മതി. അങ്ങനല്ലേ? കാഫി സലാസ കാഫിൽ അർബഅന്നില്ലേ? അതുകൊണ്ട് 2 ആളെ ഭക്ഷണം 4 ആൾക്ക് 3 ആൾക്ക് ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ. 3 ആളെ കൊണ്ടുപോകുന്നവര് അതിലേറെ കൊണ്ടുപോകണം. 6 ആളെ കൊണ്ടുപോകണം. 4 ആളെ കൊണ്ടുപോകുന്നവർ 8 ആളെ കൊണ്ടുപോകണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകനെ വിളിക്കുന്നു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ, അബ്ദുറഹ്മാനെ, എന്റെ പതിവ് അറിയാമല്ലോ. എനിക്കൊരു പതിവുണ്ട്. അത് ഇവിടെ നിന്നുള്ള പതിവല്ല, മക്കത്തു നിന്നുള്ള പതിവാണ്. അഥവാ മഹബത്തിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമയം പകൽ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്ക് വരും. രാത്രിയാകുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ പോയിരുന്ന് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ് എന്തെങ്കിലൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ കഴിച്ച് തങ്ങൾ ഉറങ്ങാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ സലാം പറഞ്ഞു പോരുന്നൊരു പതിവ് നേരത്തെയുള്ള ശീലമാണ്. മദീനയിലെത്തിയിട്ടും അത് തുടർന്നിട്ടുണ്ട്. അതുകൊണ്ട് മോനെ, ഞാൻ ഇശാ നിസ്കരിച്ചാൽ നേരെ മുത്തുനബി തങ്ങളെ വീട്ടിലേക്ക് പോകും. എന്നെ കാത്തിരിക്കരുത്. നമ്മുടെ വീട്ടിലേക്കുള്ള അതിഥികളാണിത്. ഇവരെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ട് പെട്ടെന്ന് പള്ളിയിലേക്ക് വിട്ടേക്കണം, നേരം വൈകിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഉപ്പ പറഞ്ഞതുപോലെ അവരെയും കൂട്ടി വീട്ടിലേക്ക് പോയി. ഉമ്മ പെട്ടെന്ന് ഭക്ഷണം റെഡിയാക്കി. ആ വന്ന മുതഅല്ലിമുകൾ, ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന ആതിഥേയരായ ആളുകൾ, അവരെ മുന്നിലേക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. പക്ഷേ അവര് ചോദിക്കുന്നു, ഐന സ്വാഹിബുദ്ദാർ, വീട്ടുകാരനെവിടെ? അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപ്പക്ക് ഇങ്ങനൊരു പതിവുണ്ട്, കുറച്ചു നേരം കഴിഞ്ഞേ വരൂ. നിങ്ങൾക്ക് പെട്ടെന്ന് ഭക്ഷണം തന്ന് പറഞ്ഞേക്കാൻ എന്നെ വിട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണം. അവര് പറഞ്ഞു, ഞങ്ങളൊരാഗ്രഹം, ഞങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസമെങ്കിലും അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയല്ലോ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അവർ